ഐഡിയേഴ്സ്, നമുക്കിന്ന് ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർ ഹീറോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ മിടുക്കന്മാരായ ലോഹങ്ങളെ കുറിച്ചിട്ടും മടിയന്മാരായ അലോഹങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ മിടുക്കരെ കുറിച്ച് കുറച്ചും കൂടി പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഇവരെന്ത് ചെയ്യും? ഈ ലോഹങ്ങൾ എന്ന് പറഞ്ഞാല് നല്ല കാഠിന്യമുള്ളവരാണ്. അവര് വൈദ്യുതി കടത്തിവിടും. അവർ അതിൽ കൂടെ താപം ചൂട് കടത്തിവിടും. അവർ നല്ല തിളക്കമുള്ളവരാണ്. അങ്ങനെ നമ്മുടെ ലോഹങ്ങളെ കുറിച്ചിട്ട് പല പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു, അവരുടെ സവിശേഷതകൾ പറഞ്ഞു അല്ലേ? ഇതൊന്നും ഇല്ലാത്ത മടിയന്മാരാണ് അലോഹങ്ങളെന്നും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി അവരുടെ അടുത്ത സവിശേഷതയാണ് നമ്മൾ നോക്കാൻ പോണത്, താപചാലകത. അപ്പോൾ ചാലകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കടത്തിവിടുക. താപം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? ചൂട് ഇങ്ങനെ കടത്തിവിടും. മനസ്സിലായോ? അതായത് നമുക്ക് അറിയാലേ, ചൂട് കടത്തിവിടും നമുക്ക് അറിയണതാണ്. നമ്മൾ പാത്രത്തിൽ സ്റ്റീലിന്റെ ഒരു തവിയും മരത്തവിയും കൂടി വെച്ചിട്ട് നമ്മൾ കൈ വെച്ച് നമ്മൾ പൊള്ളിയത് ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? യെസ്. അപ്പൊ ഇവിടെ നോക്കരുതാ, സാധാരണയായി പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാലേ, അലുമിനിയം ആണെങ്കിലും ചെമ്പാണെങ്കിലും ഇരുമ്പാണെങ്കിലും ഒക്കെ പാത്രങ്ങൾ നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കാറുണ്ട്? നമ്മൾ ലോഹങ്ങളാണ് ഉപയോഗിക്കാറ്. മൺപാത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും കൂടുതൽ നമ്മളും എന്താണ്, ലോഹങ്ങളാണ് പാത്രത്തിനായിട്ട് ഉപയോഗിക്കാറ്. ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളായിരിക്കും ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഏതെല്ലാം സവിശേഷതകളായിരിക്കും? അതായത് ഒന്നാമത്തെ സവിശേഷത തന്നെ എന്താണ്? ഇത് നന്നായിട്ട് താപം കടത്തിവിടും. ഒട്ടും താപം കടത്തിവിടാത്ത ഒരു പാത്രത്തിൽ നമുക്ക് പാചകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ സവിശേഷത എന്തായിരിക്കും? അത് ഉരുക്കി പോവില്ല. അതായത് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് നമ്മൾ ഒന്ന് ചായ ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് ചായ ഉണ്ടാക്കാൻ വെച്ചു വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്യും? ആ ഗ്യാസ് ഓൺ ആക്കി ആ പാടെ എന്ത് ചെയ്യും? ആ പാത്രം ഉരുക്കി പോവില്ലേ? അപ്പോൾ നമ്മൾ ലോഹങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഉരുക്കി പോകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? പിന്നെ അടിച്ച് പരത്തി, നമ്മുടെ മാലിയബിലിറ്റി, അടിച്ച് പരത്തി ഷേപ്പ് മാറ്റണ നമ്മൾ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? യെസ്. അങ്ങനെ മാലിയബിലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ലോഹങ്ങളെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണല്ലോ ഇവിടെ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയത്. പാത്രം ഉണ്ടാക്കാന്ന് പറഞ്ഞോട് നമ്മൾ എന്താണ്, കുക്കിംഗ് ചെയ്യാൻ, അതായത് പാചകത്തിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ഇവിടെ എന്താണ്, നമ്മുടെ പാത്രത്തിലുള്ള ഭക്ഷണം നമുക്ക് ചൂടായി കിട്ടണം അല്ലേ? അപ്പൊ മെയിനായിട്ട് അതാണ് അവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. താപം കടത്തിവിടാനുള്ള കഴിവ് അഥവാ താപചാലകത. ഇതും എന്താണ്, ഒരു സൂപ്പർ പവർ ആണ്. നമ്മുടെ ലോഹങ്ങൾക്കുള്ള ഒരു സൂപ്പർ പവർ ആണ് താപചാലകത. മനസ്സിലായോ? ഇനി ഏറ്റവും കൂടുതൽ താപചാലകം ഉള്ളത് നമ്മുടെ വെള്ളിക്കുട്ടനാണ്. വെള്ളി ഭയങ്കരമായിട്ട് താപം കടത്തി വിട്ടോ. അതായത് നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ പറയുന്നു പലവരെ കുറിച്ചിട്ട്. അതായത് ഓരോ മാലിബിലിറ്റി ആർക്കാണ് കൂടുതൽ? അപ്പൊ അവിടെയൊക്കെ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണമാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ? നമ്മുടെ മാലിബിലിറ്റി സ്വർണ്ണത്തിനാണ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഡക്റ്റിലിറ്റി, കമ്പി പോലെ വലിച്ചു നീട്ടാൻ പറ്റുന്നത്, അതും നമ്മളെ സ്വർണ്ണത്തിനാണ്. അപ്പൊ 2 സ്ഥാനം സ്വർണ്ണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ വൈദ്യുത ചാലകതയില് നമ്മൾ വെള്ളി മുന്നിലെടുത്തു. വൈദ്യുത ചാലകതയിലും താപചാലകതയിലും 2 ചാലകത, വൈദ്യുത ചാലകത, താപചാലകത രണ്ടിലും ആരാണ്? വെള്ളിയാണ് മെഡൽ എടുത്തത്. വെള്ളി ഗോൾഡ് മെഡൽ വാങ്ങിയിട്ട് ഇതാ മുന്നോട്ട് പോകുന്നുണ്ട്. എവിടെ? താപചാലകതയിലും അതുപോലെ തന്നെ വൈദ്യുത ചാലകതയിലും. നമ്മളുണ്ട് പറഞ്ഞിരുന്നു, പക്ഷെ നമ്മൾ ചെമ്പാണ് ഉപയോഗിക്കുന്നത്, വെള്ളി ഉപയോഗിക്കില്ല. വെള്ളിക്ക് കൂടുതൽ ഇവിടെ നമ്മുടെ വൈദ്യുത ചാലകതയില് നമ്മള് കമ്പിക്ക്, ഇലക്ട്രിക് കമ്പി, കറണ്ട് കമ്പിക്ക് ഉണ്ടാക്കാൻ ചെമ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? വെള്ളിക്ക് ഭയങ്കര പൈസ അല്ലേ? ഈ കറണ്ട് ഉണ്ടാക്കണ വയറിലൊക്കെ വെള്ളി വെച്ചാൽ ആരെങ്കിലും കട്ടുകൊണ്ട് പോവില്ലേ വെള്ളിക്കമ്പി? പിന്നെ നല്ല പൈസ കൊടുക്കണ്ടേ വാങ്ങിക്കാൻ? അതുകൊണ്ടൊക്കെ നമ്മൾ ചെമ്പാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ വെള്ളിനെ പോലെ തന്നെ തൊട്ട് പിറകിൽ നിൽക്കുന്ന ആളാണ് അലുമിനിയവും ചെമ്പും ഒക്കെ. എന്താണ്? നല്ല താപചാലകത ഉള്ളവരാണ്. അതുകൊണ്ടല്ലേ നമ്മൾ വെള്ളിയും കൊണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു വെള്ളിപ്പാത്രം നമ്മൾ ഉപയോഗിക്കോ? നമ്മൾ പാചകത്തിനൊക്കെ വെള്ളിയും കൊണ്ട് സിൽവറും കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കോ? ഇവിടെ അല്ലേ? നമ്മൾ അങ്ങനെ റിച്ച് അല്ലല്ലോ അല്ലേ? അതിന് മാത്രം വെള്ളിക്ക് നല്ല പൈസ അല്ലേ, സ്വർണ്ണത്തിന് വെള്ളിക്കൊക്കെ. അപ്പൊ നമ്മളെ പാവങ്ങളുടെ നമ്മുടെ അലുമിനിയവും ചെമ്പും ഒക്കെ ഉപയോഗിക്കും. ചെമ്പിനേക്കാളും വില കുറവാണ് അലുമിനിയത്തിന്. ഓക്കെ. അപ്പോൾ പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ അലുമിനിയം വ്യാപകമായി ഉപയോഗിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം ആയിരിക്കും? അപ്പോൾ ഇതൊക്കെ തന്നെ. അലുമിനിയം എന്താണ്, താരതമ്യേന എന്താണ്, കുറച്ച് പൈസ കുറവാണ്. നമ്മൾ പാവങ്ങൾക്കും ജീവിച്ചു പോകാൻ പറ്റും. ഈ വെള്ളിയിലും അല്ലെങ്കിൽ സ്വർണ്ണത്തിലും ഇതൊക്കെ നമുക്ക് എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ അലുമിനിയം എടുക്കും. പിന്നെ എന്തായിരിക്കും? പിന്നെ അതിന് നല്ല മാലിബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ
നന്നായിട്ട് താപചാലകത ഉണ്ട്. താപം നന്നായിട്ട് ഉള്ളിൽ കൂടി അങ്ങ് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. കുറേ നേരം എടുത്ത് ചൂടാവുമെന്ന് വേണ്ട, നമ്മൾ തീ കൊടുത്തപ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടും. പിന്നെ എന്തായിരിക്കും, പിന്നെ മാലിന്യറ്റി താപം കടത്തിവിടാനുള്ള കഴിവ്, ചെലവ് കുറവ്, ഇങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണം, നമ്മൾ അലുമിനിയം വ്യാപകമായിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും കേട്ടോ. ഇനി ഇതാ, അപ്പോൾ നമ്മൾ ലോഹങ്ങളെ കുറിച്ച് പറയില്ല, ഒരു അലോഹത്തിനെ കുറിച്ച് ചെറിയൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലോഹങ്ങളുടെ ഇടയിൽ ഓണത്തിനിടെ കൊട്ട് കച്ചടം പറഞ്ഞ പോലെ ലോഹങ്ങളുടെ ഇടയിൽ ഈ അലോഹം, മടിയനായ അലോഹം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ മടിയന് ആ അലോഹമാണ് എന്ത്, കാർബൺ. കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ കാർബണിന്റെ പ്രധാന രണ്ട് രൂപങ്ങളാണ് വജ്രം. നമ്മൾ അലോഹം മടിയനെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും കൂടെ ചെറുതാക്കൊന്നും വേണ്ട. വജ്രം ഡയമണ്ട് എന്തിലാണ് വരുന്നത്, നമ്മളെ കാർബണിലാണ് വരുന്നത്. അപ്പൊ കാർബൺ പറഞ്ഞ അമ്മ ആരാണ്? അമ്മയ്ക്ക് 2 മക്കള്, ഒരു മകൻ വജ്രമുണ്ട്, വജ്രം പറഞ്ഞ മകനും ഗ്രാഫൈറ്റ് പറഞ്ഞ മകളും. അപ്പോ ഒരാള് വെളുത്ത കുട്ടിയും ഒരാള് കറുത്ത കുട്ടിയാണ് നമ്മൾ കാർബൺ അമ്മയ്ക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ വജ്രവും ഉണ്ട്, ഗ്രാഫൈറ്റും ഉണ്ട്. അപ്പോൾ ഇനി ഇവരുടെ സ്വഭാവമൊക്കെ വ്യത്യാസമാണ്. ചില ഉണ്ടാവില്ലേ, ഒരമ്മയ്ക്ക് ഉണ്ടായ മക്കളൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുണ്ടാവില്ലേ, അതുപോലെയാണ് ഇവരുടെ വ്യത്യാസം. ഇവർ രണ്ടും ഒരുപോലെ അല്ല. ഒരമ്മേന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് കാർബണിന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വജ്രത്തിനും ഗ്രാഫൈറ്റിനും വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളത്, സവിശേഷതകളാണുള്ളത്. അതിൽ കൂടുതൽ താപം കടത്തിവിടുക, താപചാലകത കൂടുതൽ ആർക്കുള്ളത്? വജ്രത്തിനാണ്. വജ്രം കണ്ടോ പെട്ടെന്ന് തന്നെ താപം കടത്തിവിടും. അപ്പോൾ വജ്രം ഇങ്ങനെ ഗ്രാഫൈറ്റിനോട് പറയാം, എടാ മോനെ, നിനക്ക് താപം കടത്തിവിടാനുള്ള കഴിവില്ലല്ലോ എൻ്റെ പോലെ എന്ന് പറയണ്ട. അപ്പൊ ഗ്രാഫൈറ്റിന് ദൈവം ഒരു പ്രത്യേകത കൊടുത്തു, നന്നായിട്ട് വൈദ്യുതി കടത്തിവിടും. അപ്പൊ നോക്ക്, വൈദ്യുതി നന്നായിട്ട് കടത്തിവിടുന്നത് ആരാണ്? ഗ്രാഫൈറ്റ് ആണ്. താപം നന്നായിട്ട് കടത്തിവിടുന്നത് ആരാണ്? നമ്മുടെ വജ്രമാണ്. വജ്രവും ഗ്രാഫൈറ്റും എന്താണ്? കാർബണിന്റെ 2 രൂപങ്ങളാണ്. കാർബണാണ് അവരുടെ, രണ്ടും കാർബണാണ്. കാർബണിന്റെ ചെറിയ ഒരു ഘടനയിലുള്ള വ്യത്യാസമാണ്. ആ ഒരു വ്യത്യാസം, കാർബൺ ആറ്റങ്ങളാണ് രണ്ടിലുള്ളത്. അവ തമ്മിൽ അടുക്കി പെറുക്കി വെച്ചത് 2 വ്യത്യസ്ത രീതിയിലായത് കൊണ്ടാണ് ഇവിടെ 2 വ്യത്യസ്തമായത്. അപ്പോൾ ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വജ്രത്തിന് ഉയർന്ന താപചാലകതയുണ്ട്. ഈ ഉയർന്ന വൈദ്യുത ചാലകത നമ്മുടെ ഗ്രാഫൈറ്റിന് ഉള്ളത് കൊണ്ടാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. അപ്പോൾ അവിടെ ഇലക്ട്രോഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇലക്ട്രോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ എന്താണ്? നമ്മുടെ ഗ്രാഫൈറ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കാണണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഡയമണ്ട്. കാർബണിന്റെ ആദ്യത്തെ മോളാണ് ഡയമണ്ട് അല്ലേ? അതെന്താണ്? ഇവിടെ നല്ല താപം കടത്തിവിടും. അതുപോലെ ഇതെന്താണ്? ഇതൊക്കെ നമുക്ക് ഡയമണ്ടിനെ കുറിച്ച് അറിയാലോ അല്ലെ? നല്ല ഉറപ്പുള്ളതാണ്, നല്ല കാഠിന്യമുള്ളതാണ് നമ്മുടെ ഡയമണ്ടിന്റെ പ്രത്യേകത. അതുപോലെ പിന്നെ ഗ്രാഫൈറ്റ് നോക്ക്, ഗ്രാഫൈറ്റ് ഒരു കരിക്കട്ട പറഞ്ഞില്ലേ? ഗ്രാഫൈറ്റ് എവിടെ ഉപയോഗിക്കാന്നറിയോ? നമ്മളെ പെൻസിലില്ലേ, കടലാസ് പെൻസില്, അതിന്റെ നിബില്ലേ, ഇതുപോലെയല്ലേ ഉണ്ടാവുക? അതേ ആള് നല്ല ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ കടത്തിവിടുക, വൈദ്യുത ചാലകത നല്ല കൂടുതലാണ് ആർക്ക്? ഗ്രാഫൈറ്റിന്. അപ്പൊ ഇതാണ് കാർബണിന്റെ 2 മക്കള്, കറുത്ത മകളും വെളുത്ത മകളും. ഓക്കെ, അതിനെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പൊ വജ്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം എന്ന് പറഞ്ഞാല് അതിന് നല്ല കാഠിന്യാണ്, ഉയർന്ന കാഠിന്യുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ മുറിക്കാൻ എന്താ ഉപയോഗിക്കുക? ഈ വജ്രമാണ് ഉപയോഗിക്കുക. അതും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ താപചാലകത എന്നല്ല ആ ഒരു എന്താ പറയാ പ്രത്യേക സവിശേഷത കഴിഞ്ഞ് നമ്മൾ അടുത്തിലേക്ക് കടക്കുകയാണ്. സൊണോരിറ്റി. എന്തിറ്റി? സൊണോരിറ്റി. അപ്പൊ തന്നെ ഒരു നിം എന്നുള്ളൊരു പറയുമ്പോൾ തന്നെ നമുക്ക് നിം എന്നുള്ളത് പോലെ തോന്നില്ലേ? യെസ്, ആ നിം ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ മണി മുഴങ്ങണതും അല്ലെങ്കിൽ ചിലങ്കയുടെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ചിലങ്ക കിളങ്ങണ, ഇലത്താളം, ഇതിനൊക്കെ സൗണ്ട്, ആ ശബ്ദം, അതൊക്കെ അവിടെയൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? മണി എന്ന് പറഞ്ഞാൽ അവിടെ അത് ലോഹാണ്. ചിലങ്കയിലുള്ള അങ്ങനെ കിടുങ്ങണ സംഭവം അല്ലേ, അത് ലോഹാണ്. ഈ പെൺകുട്ടികൾ ഇടുന്ന പാദസരം അതെന്താണ്? അതിൽ ലോഹാണ്, വെള്ളിയാണ് അല്ലെങ്കിൽ അല്ലെ? അതുപോലെ ഇലത്താളം, അതും ലോഹാണ്. അപ്പൊ ഈ ലോഹങ്ങൾക്ക് എന്തോ ഒരു നിം 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 സൗണ്ട് ഉണ്ടാക്കാൻ ഒരു കഴിവുണ്ട്. ആ കഴിവിനാണ് നമ്മൾ പറയാ സൊണോരിറ്റി എന്ന് പറയാ. അപ്പോൾ ഈ ഒരു അലോഹമായ ഒരു മരക്കഷ്ണം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മരക്കഷ്ണം സ്കൂളിന് മണി മുഴക്കുന്ന ഒരു മരക്കഷ്ണം ഉപയോഗിക്കാന്ന് വിചാരിക്കാൻ. അപ്പോ പിയോൺ എടുത്തിട്ട് മരക്കഷ്ണമായ ബെല്ലില് അടിച്ച എത്ര അടി കൊടുത്താലും മരക്കഷ്ണം പൊട്ടി പോയാലും നിങ്ങൾ ആരും ക്ലാസ് കയറുമോ? ഇല്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് ആ കേൾക്കില്ല അല്ലേ? ആ മണിമുഴക്കം കേൾക്കണമെങ്കിൽ ലോഹത്തിൽ തന്നെ അടിക്കണം. മനസ്സിലായോ?
അപ്പോൾ ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിന് എന്ത് പറയും? സൊണോരിറ്റി. എന്താ പറയാ? സൊണോരിറ്റി. സൊണോരിറ്റി. നാന്നുണ്ട്. ന നിം മണി സൗണ്ട് അങ്ങനെയൊക്കെയാണ് ആലോചിക്കുക, കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അതിനാണ് സൊണോരിറ്റി പറയാ, നമ്മളെ ശബ്ദം ഉണ്ടാക്കേണ്ട കഴിവ്. ഇനിയാണ് ലോഹദ്യുതി. അത് എന്ത് ദ്യുതിയാണ്? ഡൗട്ട് ഉണ്ടോ? വെറുതെ ഇങ്ങനെ ഭയങ്കരമായ എന്താണ് ഭാഷയെ തന്നിരിക്കുക കേട്ടോ. ലോഹദ്യുതി പറഞ്ഞാൽ ലോഹത്തിളക്കമാണ്. ആ തിളക്കം എപ്പോഴും എന്താണ്? ലോഹങ്ങൾക്ക് ആളുകൾ തിളങ്ങും. നമ്മുടെ സൂപ്പർ ഹീറോസ് അല്ലേ, മിടുമിടുക്കരല്ലേ, തിളങ്ങാതിരിക്കോ? യെസ്. അപ്പോൾ അവിടെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ, എന്താണ് അവിടെ അങ്ങനെ തിളങ്ങണ കാണാൻ നിങ്ങൾക്ക് അല്ലേ? അതുപോലെ സ്വർണം വെള്ളി പറയാണ്ടോ, നല്ല തിളക്കണം. അതുകൊണ്ടല്ലേ സ്ത്രീകൾ ആഭരണമായിട്ട് ഈ സ്വർണ്ണം വെള്ളിക്ക് ഉപയോഗിക്കണത്. നല്ല നല്ല ഏറ്റവും കൂടുതൽ തിളക്കുള്ളത് അവർക്കല്ലേ? യെസ്. അങ്ങനെ ഇവർക്കൊക്കെ ഒരു എന്താ പറയാ, നല്ല നല്ല എന്താ പറയാ, നല്ല തിളക്കമുണ്ട്. മെയിനായിട്ട് ലോഹങ്ങൾക്ക് തിളക്കമുണ്ട്. സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും ഇരുമ്പാണെങ്കിലും എന്താണെങ്കിലും അവർ നല്ല തിളങ്ങണവരാണ്, അങ്ങനെ തിളങ്ങും. അതിനാണ് നമുക്ക് ലോഹദ്യുതി. പേര് കേട്ടിട്ട് പേടിക്കേണ്ട, ദ്യുതി കാരണം തിളക്കം എന്നില്ലാണ്ട് അവിടെ. അപ്പോൾ ലോഹത്തിളക്കമാണ്. അങ്ങനെ ഈ ലോഹത്തിന്റെ പ്രതലത്തിന്റെ തിളക്കത്തിനാണ് ഈ ലോഹദ്യുതി എന്ന് പറയാം. ഇനി ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴോ ആണ് ലോഹദ്യുതി കാണിക്കുന്നത്. അതെ, ഇപ്പൊ നമ്മൾ ഇരുമ്പൊക്കെ ആണെങ്കിൽ ഇരുമ്പിന്റെ അവിടെ അറ്റം മുറിക്കുക, അല്ലെ കത്തിയൊക്കെ കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ കറിക്കൊക്കെ മുറിക്കണ, പച്ചക്കറിയൊക്കെ അരിയാൻ ഉപയോഗിക്കണ കത്തിയില്ലേ, കത്തി ഇങ്ങനെ മൂർച്ച ഉള്ള സമയം നമ്മൾ മൂർച്ച എന്താണ് കൂട്ടില്ലേ, ആ സമയം ആ ഭാഗത്ത് അവിടെ ഒന്ന് കളർ നന്നായിട്ട് ഒരു തിളങ്ങണ കളർ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും. അപ്പോൾ അങ്ങനെ അവർ മുറിക്കുമ്പോൾ ഉരസുമ്പോഴേക്കാണ് എന്ത് ചെയ്യുക, ഇവിടെ കൂടുതൽ എന്താ പറയാ ലോഹദ്യുതി ഉണ്ടാവുക. ഇനി എല്ലാവർക്കും ഒരുപോലെയാണോ ലോഹദ്യുതി? അല്ല. സ്വർണത്തിന്റെ അല്ല വെള്ളിക്ക്, വെള്ളിന്റെ ലോഹദ്യുതി അല്ല ഇരുമ്പിന്, ഇരുമ്പിന്റെ അല്ല അലുമിനിയത്തിന്. പലവർക്കും പല ലോഹദ്യുതിയാണ് ഉള്ളത്. ഇനി ലോഹദ്യുതി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നാമത്തതാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ. ആഭരണങ്ങൾ നിർമ്മിക്കാൻ എന്തായാലും ലോഹദ്യുതി ഉപയോഗിക്കണ്ടല്ലേ, കാരണം അവിടെ നല്ല തിളക്കം വേണ്ടേ. ആഭരണം ഇടുന്നത് സ്ത്രീകൾ എന്തിനാ ആഭരണം ഇടുന്നത്? നല്ല തിളങ്ങാൻ. ആരും കാണുമ്പോഴോ തിളങ്ങി കാണണം അല്ലേ. അപ്പൊ ഈ ആഭരണങ്ങൾ തിളക്കി കാണിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ലോഹങ്ങളെ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് നമ്മളെ മറ്റുള്ള അലോഹങ്ങളെക്കാൾ കൂടുതൽ എന്താണ് ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുക. കാരണം എന്താണ്? തിളങ്ങാന്. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്ത നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കും, നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ. അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാൻ പല ഇതുണ്ട്. അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അതായത് ഇപ്പൊ പാത്രങ്ങള്, നല്ല പ്രതിമകള്, നല്ല അടിപൊളി ഇങ്ങനെ തിളങ്ങണ പ്രതിമകള്, അല്ലെ ട്രോഫികളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാ തരിക? നിങ്ങൾക്ക് തരുന്ന ട്രോഫിയൊക്കെ മെറ്റൽ കൊണ്ട് ട്രോഫി ആയിരിക്കും, അതായത് ലോഹങ്ങളെ കൊണ്ടുള്ളതായിരിക്കും. അല്ലാതെ മരത്തിന്റെ ഉണ്ടെങ്കിലും അതിന്റെ പുറത്ത് ഒരു ലോഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കാണാൻ. അല്ലെ ഗ്ലാസ് ഒക്കെ ആയിരിക്കും. നല്ല മിക്കവാറും ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, ആ ട്രോഫിയിൽ അവിടെ ലോഹമാണുള്ളത് ഉണ്ടാവാം. ഓക്കെ, അപ്പോ അതാണ് ലോഹദ്യുതി. അപ്പൊ താപചാലകത കഴിഞ്ഞു, ലോഹദ്യുതി കഴിഞ്ഞു. ഇനി അടുത്തതാണ് കാഠിന്യം. കഠിന ഹൃദയനാണ്. നല്ല സൂപ്പർ ഹീറോസ് ആണെങ്കിലും കഠിനന്മാരാണ്. നല്ല എന്താണ് കട്ടിയുള്ള മനസ്സാന്നൊക്കെ പറയല്ലോ, അല്ലെ കഠിന ഹൃദയരാണ്, കാഠിന്യമുള്ളവരാണ്. അപ്പോ ഇവിടെ നോക്ക്, നമ്മള് ലോല ഹൃദയരായ അരിണ്ട് ലോഹങ്ങളും ഉണ്ട്. എല്ലാവരും അങ്ങനെ കഠിന ഹൃദയരല്ല, എല്ലാവരും കാഠിന്യം കൂടിയവരല്ല. അവിടെ പാവങ്ങള് സോഫ്റ്റ് ആയിട്ട് മൃദുലം, അതായത് ലോല ഹൃദയര് പഞ്ചപാവങ്ങളും ഉണ്ട്. അതിലൊന്ന് എക്സാമ്പിളാണ് സോഡിയം വലിയ ഞാൻ ലോഹമാണിടാന്നൊക്കെ പറഞ്ഞിട്ട് വന്നാലും സോഡിയത്തിനില്ലേ, ഇതിപ്പോ സോഡിയം ആണെങ്കിൽ സോഡിയത്തിന് ഒരു കത്തി എടുത്ത് മുറിച്ചാണ് മുറിയും. എന്ത് ലോഹ അല്ലെ, ലോഹങ്ങളുടെ പേരുകൾ തന്നെ. ഇരുമ്പൊക്കെ സോഡിയത്തിനോട് പറയേണ്ടിയിരിക്കും. അത് സോഡിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇവർ മൂന്നുപേരും ഒരു സെറ്റാട്ടോ. അതായത് ഇവർ മൃദുലമായ മൃദുലോഹങ്ങളാണ്. ഇവരെന്താണ് പഞ്ചപാവങ്ങളാണ്. ലോഹങ്ങൾ എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളൂ. അതായത് പൂച്ചനെയൊക്കെ പോലെ കൂട്ടാം. പൂച്ച നമ്മൾ പറയില്ലേ, ഒരു എന്താണ് ഇതിന്റെയൊക്കെ കുടുംബത്തിൽ പെട്ടാന്ന് പറയില്ലേ, ടൈഗറിന്റെ ഒക്കെ കുടുംബത്തിൽ പെട്ടതാന്ന് പറയല്ലോ പൂച്ച. പക്ഷേ പുലിയുടെ ഒക്കെ കുടുംബത്തിൽ പെട്ടെന്നാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ നമ്മൾ. കടുവയുടെ കുടുംബത്തിലല്ലേ പൂച്ചയുടെ. യെസ്. അപ്പോൾ പക്ഷേ പൂച്ചയ്ക്ക് എന്താണ് ആ ശൂര്യതൊന്നും ഇല്ലല്ലോ. അതേപോലെയാണ് ഇവര് വലിയ ഇടത്, ഞങ്ങളൊക്കെ സൂപ്പർ ഹീറോസിൽ പെട്ടതാണ്, ഞങ്ങളൊക്കെ മിടുക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞ ലോഹങ്ങളുടെ കൂട്ടത്തിൽ വന്നു. പക്ഷേ ഒരു കഠിനതയില്ല, മൃദു ലോഹങ്ങളാണ്. നമ്മൾ കത്തിയെടുത്ത് മുറിച്ചാൽ അവർ മുറിയുന്നേ. അപ്പൊ സോഡിയത്തിന് മുറിക്കുന്ന ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ
സോഡിയത്തിന് നമുക്ക് കത്തിയും കൊണ്ട് നമ്മൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ ഇങ്ങനെ ഹൽവയൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ സോഡിയത്തിന് കത്തിയും കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത്രയ്ക്കും മൃദുലമായ ഹൃദയമുള്ളവരാണ് നമ്മളെ സോഡിയോ പൊട്ടാസ്യം ലിഥിയം. ലിഥിയമോള്, സോഡിയമോള്, പൊട്ടാസ്യക്കുട്ടി എന്നൊക്കെ അങ്ങനെ പഠിക്കാം. ലിഥിയക്കുട്ടി, സോഡിയക്കുട്ടി, പൊട്ടാസ്യക്കുട്ടി. ഇവരെന്താണ്? മൃദുലോഹങ്ങളാണ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? അല്ലല്ല. നമ്മള് സോഡിയത്തിന് മുറിക്കുന്ന പോലെ മുറിക്കാൻ കത്തിയായിട്ട് അലുമിനിയത്തിന്റെ അടുത്തോ ചെമ്പിന്റെ അടുത്തേക്കോ സ്വർണ്ണത്തിന്റെ അടുത്തോ പോയാൽ വിവരം അറിയൂലേ? മുറിയോ? ഇല്ല. ഒരു വലിയൊരു ഒരു ഇരുമ്പ് കട്ടി ഇങ്ങനെ എടുത്തു, ഇരുമ്പിന്റെ കട്ടി എടുത്തു, കത്തി കൊണ്ട് മുറിച്ചാൽ നമുക്ക് മുറിയോ? നമ്മൾ കേക്കോ ബ്രെഡൊക്കെ മുറിക്കുന്ന പോലെ നമുക്ക് മുറിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ അതൊക്കെ എവിടെ നടക്കുള്ളൂ? അതൊക്കെ സോഡിയത്തിലേ നടക്കുള്ളൂ. പക്ഷെ ഇരുമ്പിന്റെ അടുത്തൊന്നും ആ വില പോവില്ല. അവരൊക്കെ യഥാർത്ഥ ലോഹങ്ങൾ, അതല്ല കഠിനന്മാരാണ് കേട്ടോ. അപ്പോ ലോഹങ്ങൾ പൊതുവെ എന്താണ്? കാഠിന്യമുള്ളവയാണ്. അവ പൊതുവെ ഖരാവസ്ഥയിൽ കാണുന്നു. ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിയായിട്ടുള്ളത് അല്ലെ. ഖരം, ദ്രാവകം, വാതകം. ദ്രാവകം എന്ന് പറഞ്ഞാൽ ഒഴുകണത്, വാതകം എന്ന് പറഞ്ഞാൽ വായു പോലെ, നമുക്ക് ഇങ്ങനെ ഓക്സിജൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോ പൊതുവെ നമ്മളെ ലോഹങ്ങൾ എങ്ങനെ കാണാം? ഖരാവസ്ഥയാണ് കാണാം, കട്ടിയായിട്ടാണ് കാണാം. ഈ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾ ഉണ്ടോ? ഉണ്ട്. അതിന് എക്സാമ്പിൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ ഒരു എക്സാമ്പിൾ പറഞ്ഞാ മെർക്കുറി. മെർക്കുറി ഇതേപോലെയാണ്, ലോഹത്തിന്റെ ഇടയിൽ വന്ന് കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ ആള് വെള്ളം പോലെയാണ്. ആള് നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ പനിയൊക്കെ വരുമ്പോൾ തെർമോമീറ്റർ, ഇപ്പോഴുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ അല്ല, പണ്ട് ഇങ്ങനെ ഒരു നമ്മളെ കക്ഷത്തിലൊക്കെ വെച്ചിട്ട് നാമ്പിടിയിലൊക്കെ വെക്കുന്ന ഒരു തെർമോമീറ്റർ ഉണ്ടായിരുന്നു. അതില് എന്തുണ്ട്? ഒരു മെർക്കുറിന്റെ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഒരു ഉണ്ട. അത് എന്ത് ചെയ്യുക? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി കളിക്കും. നമ്മുടെ ടെമ്പറേച്ചർ അതാണ് കാണിച്ചു തരാം. അതെന്താണ്? ആള് ലോഹത്തിൽ പെട്ടതാണ്, പക്ഷെ എന്താണ്? ദ്രാവകാവസ്ഥയിലാണ്. മനസ്സിലായോ? യെസ്. അപ്പം ഇനി അടുത്തതാണ് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനില അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ എന്താണ് അവര് ഉയർന്ന ദ്രവനില എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവര് ദ്രാവകാവണ ടെമ്പറേച്ചർ. അതായത് അവർക്ക് നല്ല ചൂട് കൊടുത്താലേ അവർ ഉരുകോളൂ. അതായത് നല്ല ചെറിയൊരു ചൂടിലൊന്നും, അങ്ങനെ ഊപ്പ ചൂടിലൊന്നും ഞങ്ങൾ ഉരുകില്ല. അതാണ് ഞങ്ങള് സൂപ്പർ ഹീറോസ് അല്ലേ? യെസ്. അപ്പോ ലോഹങ്ങൾ പൊതുവെ ഉയർന്ന നിലയാണുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവനില. ദ്രവനില എന്ന് പറഞ്ഞാൽ ദ്രാവകം ആവണ ആ നില, ആ ടെമ്പറേച്ചർ, ആ ഒരു താപനില അത് നല്ല കൊടുക്കണം. പക്ഷെ അവിടെയും പേര് കളയാൻ കുറച്ച് പേരുണ്ട്. ആരാണ്? ഗാലിയം, സീസിയം. ഗാലിയം, സീസിയം ഇവരെന്താണ്? ഇവര് ചെറിയൊരു ചൂടിട്ടെ തന്നെ ഉരുക്കും. ചെറിയൊരു ചൂടിട്ട് ഞങ്ങൾ ഉരുക്കി, ഞങ്ങൾ ഖരത്തുനിന്ന് ദ്രാവകമായി. ആരൊക്കെയാണ് അത്? പേര് കളയാനുണ്ടാക്കിയത് എല്ലായിടത്തും ഉണ്ടാവില്ലേ? പേര് കളയാനുണ്ടാക്കി കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ? അതുപോലെയാണ് ഇവരുടെയൊക്കെ കേസ്. നമ്മളെ സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അവരെന്താണ്? അവർ ലോഹങ്ങളുടെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ട് അവർ നിൽക്കണം. അതുപോലെ ഇപ്പൊ ഗാലിയം, സീസിയം ചെറിയൊരു ചൂട് കിട്ടിയാൽ മതി. ഗാലിയത്തിനും സീസിയത്തിനും എവിടെയെങ്കിലും ഒരു ചൂട് ഇങ്ങനെ കണ്ടാൽ മതി, അപ്പൊ തന്നെ അയ്യോ ഉരുക്കി വെള്ളമാവും. അപ്പൊ നമ്മളെ ഉള്ളം കയ്യിൽ നമ്മുടെ കയ്യിലൊക്കെ എടുത്തിട്ട് ഗാലിയത്തിനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ അപ്പൊ അത് വെള്ളമായി മാറും. അപ്പൊ നല്ല ചൂടല്ല, മാർച്ച് മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഗാലിയത്തിനൊക്കെ നോക്കിയാല് ഗാലിയത്തിനെ ദ്രാവകമായിട്ടേ കാണുള്ളൂ, ഖരായിട്ട് കാണില്ല. സീസിയത്തിന് തന്നെ. അപ്പൊ അവരെന്താണ്? പേരുകളെ ഉണ്ടാക്കിയ മക്കളാണ് ഗാലിയവും സീസിയവും. ഈ ഉഷാറിയും ഇടുമിടുക്കന്മാരുടെ ഇടയിൽ കടന്നുണ്ടായതാണ് ഈ ഗാലിയവും സീസിയവും ലിഥിയവും സോഡിയം പൊട്ടാസ്യം ഒക്കെ. എന്താണ്? എക്സെപ്ഷൻ കേസാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്തത് എന്താണ്? ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനില തിളയ്ക്കുന്ന നില. ദ്രവനില പറഞ്ഞാൽ ദ്രാവകാവണ നില. രണ്ട് നിലകളാണ്, ദ്രവനില, തിളനില. രണ്ടും ലോഹങ്ങൾക്ക് എന്താണ്? ഹൈ വളരെ കൂടുതലാണ്. അപ്പോ എന്താണ്? ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണ്, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ആണ്. എല്ലാം ഉയർന്നാണ്, എല്ലാം നമ്മൾ ഉയർന്നതല്ലേ, ഒക്കെ ഉയർന്നാണ്. ഇനി അടുത്തത് അവർക്ക് ഉയർന്നത് എന്താണെന്നറിയോ? ഉയർന്ന സാന്ദ്രത. അതാരാ സാന്ദ്ര പെൺകുട്ടിയുടെ പേരല്ലേ? സാന്ദ്രതയാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇരുമ്പാണി, അലുമിനിയം കമ്പി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ മരക്കഷ്ണം, കരിക്കട്ട, തെർമോകോള്, കോർക്ക്, ഇതെല്ലാം ഇങ്ങനെ ഒരു എന്തിലിടാൻ പറഞ്ഞു? ഒരു ബീക്കറിൽ ഇങ്ങനെ എടുത്തിട്ടു. അതിൽ കുറച്ച് ആളുകൾ അവിടെ താഴെ പോയി കിടക്കും, കുറച്ച് ആൾക്കാർ ഇങ്ങനെ പൊങ്ങി കിടക്കും. അതില് സൂപ്പർ ഹീറോസ് എപ്പോഴും താഴെ കിടക്കും. ഞങ്ങൾ കുറച്ച് കനം കൂടുതലവരാ, ഞങ്ങൾ അങ്ങനെ പൊങ്ങി കിടക്കുന്നില്ല എന്നുള്ളതിൽ അവര് എന്താണ്? താഴെ കിടക്കും. അപ്പൊ അവർക്ക് എന്തുണ്ട്? അവർക്ക് ഉയർന്ന സാന്ദ്രത ഉണ്ട്. സാന്ദ്രത എന്ന് പറഞ്ഞാല് എന്താണ്? അവർക്കുള്ള ഒരു വെയിറ്റ്, അവരുടെ കനം എന്ന് ആലോചിക്കാം. അപ്പൊ സാന്ദ്രതയുടെ എന്താണ് ഡെഫിനിഷനൊക്കെ നിങ്ങൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് അത്ര മനസ്സിലാക്കുക. കാരണം നമ്മൾ കുറച്ച് വെയിറ്റ് കൂടുമ്പോൾ, വെയിറ്റ് ഉള്ളവർ താഴെ പോവില്ലേ? കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്, അവരെന്താണ് മുകളിൽ പാറി കിടക്കുവോ? ഇല്ല. അപ്പൊ അവർ താഴെ ഇരിക്കുക കേട്ടോ. പക്ഷേ സാന്ദ്ര കുറഞ്ഞ ലോഹങ്ങളുണ്ട്, അവിടെയാണ് നമ്മൾ പേര് കളയുന്നത്. എവിടെ നോക്കിയാലും ഇവന്മാരാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മൃദുലോഹങ്ങളാണ്.
സാന്ദ്രത ഇല്ല. താഴെ അതായത് എന്താണ് വലിയ ബാക്കിയുള്ളവർക്കൊക്കെ സാന്ദ്രത ഉണ്ടാകുമ്പോൾ ഇവര് സാന്ദ്രത കുറഞ്ഞിട്ടിരിക്കണം. കാരണം ഇവർ മൃദുലന്മാരാണ്, അവർക്ക് വെയിറ്റ് ഇടാനും പറ്റില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അവർക്ക് എന്താണ്, അവർക്ക് വലിയ സാന്ദ്രത ഒന്നുമില്ല, മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് വളരെ വളരെ കുറവാണ്. അപ്പോൾ പേരുകളാണ് ഉണ്ടാക്കിയ കുട്ടികളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലോഹങ്ങളുടെ പേര് ലോഹങ്ങൾ ഇങ്ങനെ നല്ല വെയിറ്റിലൊക്കെ നല്ല ഞങ്ങൾ ആരാ, ഞങ്ങൾ സൂപ്പർ ഹീറോസ് ആണ്, ഞങ്ങൾ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ പേരുകൾ വന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീസിയം, ഗാലിയം. ഇവരൊക്കെ എന്താണ് സ്പെഷ്യലാണ്. അവര് ലോഹങ്ങൾ സാരില്ല, ഞങ്ങളെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ലോഹങ്ങളുടെ എല്ലാ പ്രത്യേകതയൊന്നും ഇല്ല, സവിശേഷതകൾ ഇല്ല. ഓക്കെ. ഇനി അപ്പൊ ലോഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാണ്, എക്സാമിന് ചോദിക്കാൻ എന്താണ് ലോഹങ്ങൾ, ലോഹങ്ങളുടെ നിർവചനം എഴുതാനൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് എഴുതണം? ഇതാണ് എഴുതേണ്ടത്. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത രണ്ട് ചാലകങ്ങളെ കാണിക്കുന്നതും തിളക്കം കാഠിന്യം ഉള്ളതുമായ വസ്തുക്കളാണ് ലോഹങ്ങൾ. അപ്പോ എന്താണ്, ഖരാവസ്ഥയിലാണ് കാണുക, താപം, വൈദ്യുതം. അപ്പോൾ 1, 2, 3, 4, 5 കാരണങ്ങളോട് പറഞ്ഞു. ഈ നിർവചനത്തില് 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഖരാവസ്ഥയില് ഉയർന്ന താപനില, ഉയർന്ന വൈദ്യുത ചാലകത, തിളക്കം, കാഠിന്യം, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾക്ക് നമ്മൾ എന്ത് പറയാം? ലോഹങ്ങൾ എന്ന് പറയാം. അപ്പൊ മിടുക്കന്മാരായ സൂപ്പർ ഹീറോസ് ആയ ലോഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെ പോവാണ്? ലോഹങ്ങളുടെ അടുത്തേക്ക്. മടിയന്മാരെ ഒന്ന് നോക്കണ്ടേ? എന്തൊക്കെയാ മടിയന്മാരെ അവിടെ ചെയ്യുന്നത് ജസ്റ്റ് നോക്കണ്ടേ? മിടുക്കന്മാരെ മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പോൾ മടിയന്മാരുടെ അടുത്തേക്ക്, അതായത് നമ്മൾ അലോഹങ്ങളുടെ അടുത്തേക്ക് പോവാണ്. അലോഹങ്ങളുടെ കുറച്ച് ലോഹ്യം പറയാം നമുക്കിനി. അപ്പോൾ ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും പറയാണ്ടല്ലേ? എന്താണ് ഒന്നാമത്തെ നമുക്ക് നോക്കാം. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. അവര് ലോലഹൃദയരാണ്, കാഠിന്യം ഇല്ല. പെട്ടെന്ന് തൊട്ടാ പൊട്ടിപ്പോവും. അങ്ങനത്തെ ഒരു കരിക്കട്ട അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒക്കെ എന്താണ്, നമ്മളെ ഇരുമ്പിന്റെ ഒക്കെ പോലെ കാഠിന്യം ഉണ്ടാവോ? ഇല്ല. സോണോരിറ്റി പ്രകടിപ്പിക്കുന്നില്ല. സോണോരിറ്റി എന്താണ്? നിം 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 സൗണ്ട് ഉണ്ടാവോ? ഇല്ല. ഒരു മരത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം അല്ലെങ്കിൽ ഒരു കരിക്കട്ട അതിലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് മണി അടിക്കണ പോലെ സൗണ്ട് ഉണ്ടാവോ? ഇല്ല. സാധാരണ താപചാലകങ്ങളല്ല, താപമൊന്നും അവരെന്ത് ചെയ്യില്ല, അവര് കടത്തിവിടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അവിടെ പഠിച്ചൊക്കെ എഴുതാം. വൈദ്യുത ചാലകങ്ങളല്ല എന്ന് എഴുതാം. പിന്നെ എന്താണ്? തിളക്കമില്ല എന്ന് എഴുതാം. മാലിബിലി അടിച്ചു പരത്തി തകടുകളാക്കാൻ കഴിയില്ല എന്ന് എഴുതാം. വലിച്ചു നീട്ടി ഡക്റ്റിലിറ്റി ഇല്ല എന്ന് എഴുതാം. പിന്നെ എന്താ പറയാ, സാന്ദ്രത കുറവാണെന്ന് എഴുതാം. ശബ്ദം ഉണ്ടാക്കാനുള്ള നമുക്ക് പറഞ്ഞു. നമുക്ക് ഇവിടെ പറയാം, സാധാരണയായി വൈദ്യുത ചാലകങ്ങളല്ല, സാധാരണയായി എഴുതാട്ടോ. കാരണം അവിടെ ചിലപ്പോൾ എക്സെപ്ഷൻ കേസ് ഉണ്ടായിരിക്കും. സാധാരണയായി വൈദ്യുത ചാലകങ്ങളല്ല, വൈദ്യുത ചാലകങ്ങളല്ല. ഇനി അടുത്തത് എന്താണ്? സാധാരണമായി തിളക്കമില്ല. ഇനി എന്താണ്? ലോഹങ്ങളെ പോലെ സാന്ദ്രത ഇല്ല. അപ്പൊ സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറവ്. ഇങ്ങനെയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ പോയിന്റ്സ് എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള അലോഹങ്ങളെ കുറിച്ചിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ. അലോഹങ്ങള് എഴുതുക. കുറെ അലോഹങ്ങൾ, നമുക്ക് ലോഹങ്ങളല്ലാത്ത എല്ലാം അലോഹങ്ങളാണ്. അതിൽ ഏതൊക്കെയാണ് ഖരാവസ്ഥയില്, ഏതൊക്കെയാണ് ദ്രാവകാവസ്ഥയില്, ഏതെല്ലാമാണ് വാതകാവസ്ഥയിൽ എന്നാണ് എഴുതാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഖരാവസ്ഥയിലുള്ള അലോഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ കാർബണിന്റെ കാർബണിന്റെ വിവിധ രൂപങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വജ്രം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വജ്രം, ഗ്രാഫൈറ്റ് ഉണ്ട്, പിന്നെ സിലിക്കൺ, അയഡിൻ, അങ്ങനെയൊക്കെ പലതും പറയാം. അയോഡിൻ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇതല്ലാതെ നമുക്ക് വേണം പറയാം മരം, പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്, അങ്ങനെയൊക്കെ വേണേൽ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂലകങ്ങളായിട്ട് അങ്ങനെയും പറയാം. സൾഫർ, എന്താണ്, സിലിക്കൺ, അങ്ങനെയൊക്കെ പറയാം. ഇനി ദ്രാവകത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അലോഹാണ് ബ്രോമിൻ. ഒരു മൂലകമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ബ്രോമിൻ വരാം. അല്ലെങ്കിൽ ദ്രാവകങ്ങൾ എന്താണ് വേറെ കുറെ പറയാം. ഇനി വാതകം കുറേ ഉണ്ട്. വാതകം പറഞ്ഞാൽ ഓക്സിജൻ, നൈട്രജൻ,
ക്ലോറിൻ, ഫ്ലൂറിൻ, ഹീലിയം ഒക്കെ പണ്ട് നമുക്കറിയണുണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ അല്ലെങ്കിൽ ഹീലിയം ബലൂണൊക്കെ കണ്ടിട്ടില്ലേ, ഹീലിയം നിറച്ച ബലൂൺ, ഹീലിയം, ഹൈഡ്രജൻ ഒക്കെ എന്താണ്, വാതകമാണ്. ഓക്കെ, അപ്പോ ഇനി ഈ ലോഹങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചേ പറയാനുള്ളൂ. കാരണം എന്താണ്, ആ ലോഹങ്ങൾ അല്ലല്ലോ നമുക്ക് മെയിൻ ആള്, നമ്മുടെ സൂപ്പർ ഹീറോസ് ലോഹങ്ങളല്ലേ. ആ ലോഹങ്ങള് അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനം ഇനി നമ്മൾ കുറച്ചിങ്ങനെ സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതാണ് അപ്പോ ഇത്ര കുറെ പഠിച്ചല്ലോ, ഇന്നത്തെ നമുക്ക് കുറച്ചൊക്കെ ആയില്ലേ. അപ്പൊ സീരിയസ് ആയിട്ടുള്ള പഠനം നമുക്ക് എന്തായാലും നമുക്ക് നാളെ ചെയ്യാം. ഇനി നമുക്ക് കുറെ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമ്മൾ കുറച്ച് എന്താ പറയാ, കുറച്ചിങ്ങനെ എന്താ സീരിയസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. പക്ഷെ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് അത്ര മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ.